നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എങ്ങനെ അഡ്മിഷൻ നേടാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 2024 എയിംസിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് മാസത്തിലാണ്. 2025 ആപ്ലിക്കേഷൻ മാർച്ച് മാസത്തിൽ തന്നെ ആരംഭിക്കും. ആദ്യം ബേസിക് രജിസ്ട്രേഷനാണ്. അതിനുശേഷം കറക്ഷൻ ടൈം ഉണ്ടാകും. അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കറക്ഷൻ ടൈം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ ഫൈനൽ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കോഡ് ജനറേഷനും സിറ്റി സെലക്ഷനും ഫീ പേയ്മെന്റും നടത്തേണ്ടത്. ബേസിക് രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ 3 കാര്യങ്ങളും ചെയ്യാം. കോഡ് ജനറേഷൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് സിറ്റി സെലക്ഷനും ഫീ പേയ്മെന്റും നടത്താൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്യുന്നത്. 2024 ജൂൺ മാസത്തിലാണ് BSc നഴ്സിംഗിന്റെ എക്സാം നടന്നത്. 2025 ജൂൺ മാസത്തിൽ തന്നെ ആകാനാണ് സാധ്യത. ജനറൽ OBC വിഭാഗത്തിലുള്ളവർക്ക് 2000 രൂപയും SC/ST EWS വിഭാഗത്തിലുള്ളവർക്ക് 1600 രൂപയുമായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട ആവശ്യമില്ലായിരുന്നു. BSc നഴ്സിംഗിന് 2024 17 കോളേജുകളിലായി 1231 സീറ്റ് ഉണ്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, GK എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് BSc നഴ്സിംഗിന് വരുന്നത്. പാരാമെഡിക്കൽ കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഫിസിക്സിൽ നിന്ന് 30 മാർക്കിന്റെ, ബയോളജിയിൽ നിന്ന് 30 മാർക്കിന്റെ, കെമിസ്ട്രിയിൽ നിന്ന് 30 മാർക്കിന്റെ, GKയിൽ നിന്ന് 10 മാർക്കിന്റെ, അങ്ങനെ BSc നഴ്സിംഗിന് ടോട്ടൽ 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. പാരാമെഡിക്കൽ കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോ വിഷയങ്ങൾക്കും 30 മാർക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ടോട്ടൽ 90 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അഡ്മിഷൻ ലഭിച്ചാൽ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും രജിസ്ട്രേഷൻ ഫീസായിട്ട് 25 രൂപയാണ് നൽകേണ്ടത്. അഡ്മിഷൻ ലഭിച്ചാൽ BSc നഴ്സിംഗിന് ട്യൂഷൻ ഫീസായിട്ട് 4 വർഷത്തേക്ക് 600 രൂപ മാത്രം നൽകിയാൽ മതി. വോട്ട് മണിയായിട്ട് 960 രൂപയും ഹോസ്റ്റൽ റെന്റായിട്ട് 4 വർഷത്തേക്ക് 480 രൂപ മാത്രം നൽകിയാൽ മതി. മെസ് ഫീസായിട്ട് ഓരോ മാസവും 700 രൂപ നൽകണം. ഹോസ്റ്റൽ സെക്യൂരിറ്റി ആയിട്ട് 1000 രൂപ നൽകണം. അത് 4 വർഷത്തെ പഠനത്തിന് ശേഷം തിരികെ ലഭിക്കുന്നതാണ്. കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 100 രൂപയും നൽകണം. ഇങ്ങനെ വളരെ കുറഞ്ഞ ഫീസ് മാത്രം BSc നഴ്സിംഗിന് നൽകിയാൽ മതി. പാരാമെഡിക്കൽ കോഴ്സുകൾക്കും രജിസ്ട്രേഷൻ ഫീസായിട്ട് 25 രൂപ മാത്രം നൽകിയാൽ മതി. ട്യൂഷൻ ഫീസായിട്ട് 4 വർഷത്തേക്ക് 300 രൂപയാണ് നൽകേണ്ടത്. വോട്ട് മണിയായിട്ട് 720 രൂപയും ഹോസ്റ്റൽ റെന്റായിട്ട് 480 രൂപയുമാണ് 4 വർഷത്തേക്ക് നൽകേണ്ടത്. മെസ് ഫീസ് എല്ലാ മാസവും 700 രൂപ വീതം നൽകണം. ഹോസ്റ്റൽ സെക്യൂരിറ്റി ആയിട്ട് 1000 രൂപയാണ് നൽകേണ്ടത്. അത് 4 വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്നതാണ്. കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 100 രൂപ മാത്രം നൽകിയാൽ മതി. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും രജിസ്ട്രേഷൻ ഫീസായിട്ട് 25 രൂപ മാത്രം നൽകിയാൽ മതി. 2 വർഷത്തെ കോഴ്സാണ്. 200 രൂപയാണ് 2 വർഷത്തേക്ക് ട്യൂഷൻ ഫീസ്. വോട്ട് മണിയായിട്ട് 480 രൂപ നൽകണം. മെസ് ഫീസ് 700 രൂപയും ഹോസ്റ്റൽ റെന്റായിട്ട് 240 രൂപയാണ് 2 വർഷത്തേക്ക് നൽകേണ്ടത്. ഹോസ്റ്റൽ സെക്യൂരിറ്റി ആയിട്ട് 1000 രൂപയും കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 100 രൂപയും നൽകണം. അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്നിവ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഇത്. മുൻ വർഷങ്ങളിൽ +2 പാസ്സായ കുട്ടികളും ഈ വർഷം +2 എഴുതാൻ പോകുന്ന കുട്ടികളും ഇപ്പോൾ മുതൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. BSc നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് എയിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യേണ്ടത്. നീറ്റിന്റെ കോച്ചിങ് സെന്ററുകളിൽ ഇപ്പോൾ BSc നഴ്സിംഗിന് വേണ്ടിയുള്ള കോച്ചിങ്ങുകളും ലഭ്യമാണ്. യൂട്യൂബിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള നല്ല വീഡിയോകളും ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.